ഇനി നമുക്ക് റിബേറ്റ് ഗണ്ണിൻ്റെ അക്സസറീസിനെ പറ്റി പഠിക്കാം. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ റിബേറ്റ് ഗണ്ണ് നമുക്ക് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് മാറ്റാനുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ സ്പെയർ അവൈലബിലിറ്റി കുറവുള്ളതുകൊണ്ട് നമ്മളിത് വലിച്ചെറിഞ്ഞ് കളയണതാണ്. ഇനി അത് കളയണ്ട, നമുക്കതിൻ്റെ എല്ലാ സ്പെയറും നമുക്ക് അവൈലബിൾ ആണ്. ഇതതിൻ്റെ നോസിൽ, ലോങ് നോസിൽ എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് ചെറിയ ഐറ്റംസിൻ്റെ അകത്തേക്ക് കയറ്റി അടിക്കാൻ പറ്റും. നമുക്ക് ഇതുമ്മ കൂടെ വന്ന കണ്ണിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും, ഇതുമ്മ ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ ഇത് ഹാൻഡിലിന് ഉപയോഗിക്കുന്ന സ്പ്രിങ്. ഇപ്പം നമുക്ക് ഹാൻഡിലിൽ ഇതിൻ്റെ ടെൻഷൻ കുറയുകയാണെങ്കിൽ, ഈ ടെൻഷൻ കുറയുകയാണെങ്കിൽ സ്പ്രിങ് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെൻഷൻ വരും. പിന്നെ ഇതിൻ്റെ നമുക്ക് റിബേറ്റ് അടിച്ചിട്ട് പൊട്ടണില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ജ്യൂസ് സെറ്റ് മാറ്റാൻ പറ്റും. അപ്പം അത് എല്ലാം അതിൻ്റെ സ്പ്രിങ് ഉണ്ട്, അതിൻ്റെ റിബേറ്റ് ഇടുന്ന പോർഷനുണ്ട്, റിബേറ്റ് കട്ടാവുന്ന ഐറ്റം, ഇതും എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് റിബേറ്റ് ഗണ്ണെല്ലാം പുതിയതാക്കാം നമുക്ക്.